ഹായ് മക്കളെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ LSSകാര് മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻ ബുക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിലെ ആൻസേഴ്സ് ആണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ മക്കൾക്കുള്ള ഒരു ചോദ്യം ഇതായിരുന്നു, 2 മിനിറ്റ് 5 സെക്കൻഡ് എന്ന സമയത്ത് സെക്കൻഡിലോട്ട് മാറ്റാനായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. 2 മിനിറ്റ് 5 സെക്കൻഡ് എന്ന് പറയുന്ന സമയത്തെ സെക്കൻഡിലോട്ട് മാറ്റാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ അതിൽ ഒരുപാട് പേര് കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ച് പേരൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ടീച്ചർ ആൻസറിലോട്ട് എങ്ങനെ എത്താന്ന് പറയാം. നോക്കിക്കേ മക്കളെ, നമുക്കറിയാം അല്ലെ, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ മക്കളെ? 1 മിനിറ്റ് എന്ന് പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് 60 സെക്കൻഡ് ആണ് അല്ലെ. ഇനി അറിയാത്തവരൊന്ന് ഓർത്തിരിക്കുക. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണ് മക്കളെ? 60 സെക്കൻഡ് ആണെന്ന് നമുക്ക് അറിയാം അല്ലെ. പക്ഷെ നമുക്ക് തന്നിട്ടുള്ള സമയം നോക്കിക്കേ, 2 മിനിറ്റ് 5 സെക്കൻഡ് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡ് ഉണ്ടായിരിക്കും മക്കളെ? 1 മിനിറ്റ് 60 സെക്കൻഡ് ആണെങ്കിൽ 2 മിനിറ്റ് എന്ന് പറയുന്നത് 120 സെക്കൻഡ് ആയിരിക്കും. എത്രയാണ് മക്കളെ? 120 സെക്കൻഡ് ആയിരിക്കും. അതിന് വേണമെങ്കിൽ മക്കൾ എന്ത് ചെയ്യാം, ഒരു 60 കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നോക്ക്. എത്ര കിട്ടും നമുക്ക്? 120 എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമുക്കറിയാം 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 സെക്കൻഡ് ആണെന്ന് നമുക്ക് കിട്ടി. 1 മിനിറ്റ് 60 സെക്കൻഡ് ആണ്, 2 മിനിറ്റ് 120 സെക്കൻഡ് ആണെന്ന് നമുക്ക് കിട്ടി. നമ്മുടെ ചോദ്യത്തിലോട്ട് വീണ്ടും വരികയാണ്. നമുക്ക് ചോദിച്ചിട്ടുള്ളത് 2 മിനിറ്റും 5 സെക്കൻഡും എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണ് എന്നതാണ് അല്ലെ. അപ്പം നമുക്കറിയാം 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 120 സെക്കൻഡ് ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ആ 120 പ്ലസ് എന്താണ് ഇവിടെയുള്ള ഒരു 5 സെക്കൻഡ്. അപ്പൊ മൊത്തം എത്ര സെക്കൻഡ് ഉണ്ടായിരിക്കും മക്കളെ? 125 സെക്കൻഡ് ഉണ്ടായിരിക്കും അല്ലെ. 2 മിനിറ്റ് 5 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 125 സെക്കൻഡ് ആണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ ആൻസർ തെറ്റി പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, ഇങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. ഈ ഒരു കൺസെപ്റ്റ് ആണ് മക്കൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം ഇതായിരുന്നു, കൂട്ടത്തിൽ പെടാത്തത് ഏത്? നമുക്കുള്ള ഓപ്ഷൻസ് മിനിറ്റ്, സെക്കൻഡ്, ലിറ്റർ, മണിക്കൂർ എന്നതാണ് അല്ലെ. അതിലേതാണ് മക്കളെ? അതൊരുവിധം എല്ലാവരും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഏതാണ്? ലിറ്റർ ആണ് അല്ലെ. ബാക്കിയെല്ലാം, അതായത് മിനിറ്റ്, സെക്കൻഡ്, മണിക്കൂർ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം സമയത്തിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ ലിറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? കൂട്ടത്തിൽ പെടാത്തത് അല്ലെ. പിന്നെ മക്കൾക്ക് ഉണ്ടായിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, 1 മണിക്കൂർ എത്ര സെക്കൻഡ് ആണ് എന്നതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 സെക്കൻഡ് ആണെന്ന് നമുക്കറിയാം. ഇപ്പൊ നമ്മുടെ ചോദിച്ചിട്ടുള്ളത് 1 മിനിറ്റ് അല്ല, 1 മണിക്കൂർ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് മറ്റൊരു കാര്യം അറിയാം. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ് നമുക്കറിയാം. എന്താണ്? 60 മിനിറ്റ് ആണ് അല്ലെ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ് മക്കളെ? 60 മിനിറ്റ്. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ് നമുക്കറിയാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം, അതായത് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണെന്ന് നമുക്കറിയാം. ഈ രണ്ട് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണെന്ന് അറിയാം. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആയിരിക്കും? കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി മക്കളെ? 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ പോരെ. 1 മിനിറ്റ് 60 സെക്കൻഡ് ആണെങ്കിൽ 60 മിനിറ്റ് എത്ര സെക്കൻഡ് ആണെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 60 ഗുണം 60 ചെയ്താൽ പോരെ. എത്രയാണ് മക്കളെ ആൻസർ കിട്ടുക? 60 ഗുണം 60 ചെയ്താൽ എത്രയാണ് കിട്ടുക മക്കളെ? 3600 എന്ന് കിട്ടും അല്ലെ. അതായത് 3600 സെക്കൻഡ് ആണ് കേട്ടോ. 60 മിനിറ്റ് കണ്ടെത്താനായിട്ട് നമ്മൾ 60 × 60 ചെയ്താൽ മതി. അതായത് 3600 എന്ന് കിട്ടും. 3600 സെക്കൻഡ് ആണ് ഒരു ഹവർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യമാണ് പറഞ്ഞത്? ഒരു ഹവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണെന്ന് നമുക്കറിയാം. 1 മിനിറ്റ് 60 സെക്കൻഡ് ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ 60 മിനിറ്റ് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 60 × 60 ചെയ്താൽ മതി അല്ലെ. എത്രയെന്ന് കിട്ടും നമുക്ക്? 3600 എന്ന് കിട്ടും. അപ്പൊ അതേ രീതിയിലാണ് മക്കൾ കണ്ടെത്തേണ്ടത് കേട്ടോ. കുറച്ചൊരു ലോജിക്ക് വെച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ. ഈ രണ്ട് കൺസെപ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് 2 ചോദ്യങ്ങൾ വന്നു കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഇതായിരുന്നു, ഒരു ക്ലോക്കിലെ സെക്കൻഡ് സൂചി 3 ൽ നിന്ന് 6 ൽ എത്താൻ എടുക്കുന്ന സമയം എത്ര എന്നതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്താണ് ചോദ്യം? ഒരു ക്ലോക്കിലെ സെക്കൻഡ് സൂചിയാണ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് സൂചി 3 ൽ നിന്ന് 6 എത്താൻ, 3 ഇവിടെയാണ്, 3 ൽ നിന്ന് 6 എത്താൻ എത്ര സമയം എടുക്കും എന്നതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സെക്കൻഡ് സൂചിയാണ്. ഓക്കെ മക്കളെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്കറിയാം ഈ 3 ൽ നിന്ന് 4 എത്താൻ ഒരു സെക്കൻഡ് സൂചിക്ക് എത്ര സമയം വേണം? ഈ 3 ൽ നിന്ന് തൊട്ടടുത്തുള്ളതാ ഈ ഒരു സമയത്തിലോട്ട് എത്താൻ എത്ര സെക്കൻഡ് മതി? 1 സെക്കൻഡ് മതി അല്ലേ. അടുത്തതിലോട്ട് എത്താൻ 2 സെക്കൻഡ്
ഇവിടെ എത്തുമ്പോൾ 3 സെക്കൻഡ് 4 സെക്കൻഡ്, ഈ 4ലോട്ട് എത്തുമ്പോൾ എത്ര സെക്കൻഡായി മക്കളെ? ഇവിടെ തന്നെ നമുക്ക് വേണം എത്ര? 5 സെക്കൻഡ് വേണം അല്ലെ. 3ൽ നിന്ന് 4ലോട്ട് എത്താൻ തന്നെ എത്ര വേണം? 5 സെക്കൻഡ് വേണം. അതേ സമയം ഈ സെക്കൻഡ് സൂചിക്ക് ഇനി 4ൽ നിന്ന് 5ലോട്ട് എത്താൻ എത്ര സമയം വേണം? നോക്കിക്കേ മക്കളെ, 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് 4 സെക്കൻഡ് 5 സെക്കൻഡ് അല്ലെ. വീണ്ടും എന്ത് വന്നു? 5 സെക്കൻഡ് ആവശ്യമുണ്ട് അല്ലെ. അടുത്ത് നോക്കിക്കേ മക്കളെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് സൂചി ഇപ്പൊ എവിടെയാണുള്ളത്? 5ലെത്തിയിട്ടുണ്ട്. ഇനി 5ൽ നിന്ന് വീണ്ടും 6ലോട്ട് എത്തണമെങ്കിൽ അവിടെയും എത്ര സമയം വേണം? വീണ്ടും 5 സെക്കൻഡ് സമയം വേണം അല്ലെ. അതായത് 3ൽ നിന്ന് സെക്കൻഡ് സൂചിക്ക് 6ലോട്ട് എത്താൻ മൊത്തം എത്ര സമയം വേണം? ഈ സമയങ്ങളെല്ലാം തമ്മിൽ ആഡ് ചെയ്ത് നോക്കിയാൽ പോരെ. അതായത് 5 + 5 + 5 ഏതാണ്? 15 സെക്കൻഡ്സ് ആണ് വരിക അല്ലെ. 15 സെക്കൻഡ്സ് ആണ് വേണ്ടത് കേട്ടോ. അപ്പം എന്താണ് ചോദ്യം? ഇതായിരുന്നു, ഒരു ക്ലോക്കിലെ സെക്കൻഡ് സൂചി 3ൽ നിന്ന് 6ൽ എത്താൻ എടുക്കുന്ന സമയം എത്ര? ഓപ്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നത് 10 സെക്കൻഡ് 15 സെക്കൻഡ് 12 സെക്കൻഡ് ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? 15 സെക്കൻഡ് ആണ് അല്ലെ. നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരുപാട് കൂട്ടുകാർ തിരിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാസർഗോഡ് നിന്നും മംഗലാപുരം എക്സ്പ്രസ് 10 മണിക്കൂർ 30 മിനിറ്റ് യാത്ര ചെയ്ത് രാത്രി 11 മണിക്ക് ആലപ്പുഴയിൽ എത്തിച്ചേരുന്നു എങ്കിൽ പുറപ്പെട്ട സമയം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ മക്കളെ, നോക്കിക്കേ, നമുക്ക് എന്തൊക്കെയാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്? 11 മണിയാകുമ്പം ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ യാത്രയ്ക്ക് എടുത്ത സമയം എത്രയാണ് മക്കളെ? 10 ഹവറും 30 മിനിറ്റും ആണ് അല്ലെ. 10 മണിക്കൂറും 30 മിനിറ്റും ആണ് യാത്രയ്ക്ക് എടുത്തിട്ടുള്ള സമയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. അതിനു മുന്നേ ടീച്ചർ മറ്റൊരു കാര്യം കൂടി പറയാണ്. ടീച്ചർ എന്ത് ചെയ്യാണ്? ആലപ്പുഴയിലേക്ക് ഒരു യാത്ര പുറപ്പെട്ടു കേട്ടോ. അപ്പം ബസ്സിലാണ് യാത്ര പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ 11 മണിയാകുമ്പോൾ ടീച്ചർ എന്ത് ചെയ്തു? ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആകെ യാത്രയ്ക്ക് എടുത്ത സമയം എന്ന് പറയുന്നത് 1 ഹവർ ആണ് കേട്ടോ. 1 മണിക്കൂറാണ് ടീച്ചർ യാത്രയ്ക്ക് എടുത്ത സമയം എന്ന് പറയുന്നത്. എങ്കിൽ ടീച്ചർ യാത്ര പുറപ്പെട്ടിട്ടുള്ള സമയം എപ്പോഴാണ് മക്കളെ? 11 മണിക്കാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ആകെ യാത്രയ്ക്ക് എത്ര മണിക്കൂറേ എടുത്തിട്ടുള്ളൂ? 1 മണിക്കൂറേ എടുത്തിട്ടുള്ളൂ. എങ്കിൽ ടീച്ചർ എത്ര മണിക്ക് യാത്ര തുടങ്ങിയിട്ടുണ്ടായിരിക്കും? ഈ ഒരു 11 PM എന്നുള്ള സമയത്തിൽ നിന്ന് നമ്മൾ 1 മണിക്കൂർ പുറകോട്ട് വന്നാൽ പോരെ. 11 PM നിന്ന് 1 മണിക്കൂർ പുറകോട്ട് വന്നാൽ നമുക്ക് എത്ര കിട്ടും മക്കളെ? 10 PM ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ടാവുക? യാത്ര തുടങ്ങിയിട്ടുണ്ടാവുക അല്ലെ. അതായത് രാത്രി 10 മണിക്ക് ടീച്ചർ യാത്ര തുടങ്ങി 1 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ച് എവിടെ എത്തി? ആലപ്പുഴയിൽ 11 മണിയാകുമ്പോൾ എത്തിച്ചേർന്നു. ഇനി മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ടീച്ചർ എന്ത് ചെയ്തു? ഇതേ കണക്ക് തന്നെ ആലപ്പുഴയിൽ 11 മണിക്ക് എത്തി. പക്ഷെ അപ്പൊ യാത്രയ്ക്ക് എടുത്തിട്ടുള്ള സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. കുറച്ച് ബ്ലോക്കിലും കാര്യങ്ങളിലും ഒക്കെ പെട്ടിട്ട് 2 മണിക്കൂർ യാത്രയ്ക്ക് എടുത്തു. അങ്ങനെയാണെങ്കിൽ ടീച്ചർ എത്ര മണിക്കായിരിക്കും യാത്ര പുറപ്പെട്ടിട്ടുണ്ടായിരിക്കുക? എത്ര മണിക്കായിരിക്കും എന്ന് ഓർത്ത് പറഞ്ഞു നോക്കിക്കേ. 11 മണിക്ക് നമ്മൾ എത്തി. 1 മണിക്കൂർ നമ്മൾ പുറകോട്ട് സഞ്ചരിക്കുകയാണ് അല്ലെ. 1 മണിക്കൂറാണ് യാത്രയ്ക്ക് എടുത്തതെങ്കിൽ നമ്മൾ എത്ര മണിക്ക് യാത്ര തുടങ്ങിയിട്ടുണ്ടായിരിക്കും? 10 മണിക്ക് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ 2 മണിക്കൂറാണ് യാത്രയ്ക്ക് എടുത്തത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകൂടി പുറകോട്ട് വരണം. അതായത് ടീച്ചർ 9 മണിക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? യാത്ര തുടങ്ങിയിട്ടുണ്ട് അല്ലെ. 9 മണിക്ക് തുടങ്ങി 10 മണിയാകുമ്പോഴത്തേക്ക് 1 മണിക്കൂർ, 11 മണിയാകുമ്പോഴത്തേക്ക് എത്ര മണിക്കൂറായി? 2 മണിക്കൂറായി. കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ തന്ന സമയത്തിൽ നിന്ന് നമ്മൾ എത്ര മണിക്കൂർ പുറകോട്ട് വന്നു? 2 മണിക്കൂർ പുറകോട്ട് വന്നു അല്ലെ. കാര്യം എന്താണ്? ടീച്ചർ യാത്രയ്ക്ക് എത്ര മണിക്കൂർ എടുത്തിട്ടുണ്ട്? 2 മണിക്കൂർ എടുത്തിട്ടുണ്ട്. പിന്നെ മുന്നേ ടീച്ചർ എന്ത് പറഞ്ഞു? 1 മണിക്കൂറാണ് യാത്രയ്ക്ക് എടുത്തതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എത്തിയിട്ടുള്ള സമയത്തിൽ നിന്ന് നമ്മൾ 1 മണിക്കൂർ നമ്മൾ പുറകോട്ട് വരണം. കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? നമ്മുടെ ചോദ്യത്തിലോട് തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞത് 11 മണിക്ക് നമ്മൾ എന്ത് ചെയ്തു? ആലപ്പുഴയിലെത്തി. യാത്രയ്ക്ക് എടുത്ത സമയം എന്ന് പറയുന്നത് 10 ഹവറും 30 മിനിറ്റും ആണ്. 10 ഹവറും 30 മിനിറ്റും ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എത്തിച്ചേർന്ന സമയത്തിൽ നിന്ന് 10 മണിക്കൂറും 30 മിനിറ്റും നമ്മൾ പുറകോട്ട് വരണം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് 10 മണിക്കൂറിന്റെ കണക്കെടുക്കാം കേട്ടോ. 30 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം? അവിടേക്ക് മാറ്റി വെക്കാം. അപ്പൊ 11 മണിയിൽ നിന്ന് 10 മണിക്കൂർ പുറകോട്ട് വന്നാൽ എത്രയാണ് മക്കളെ നമുക്ക് സമയം കിട്ടുക? എത്രയാണ് കിട്ടുക മക്കളെ? നോക്കിക്കേ, 11 മണിയിൽ നിന്ന് 1 മണിക്കൂർ പുറകോട്ട് വരുമ്പോൾ എത്രയായി? 10 മണി, 9 മണി, 8 മണി, 7 മണി, 6 മണി, 5 മണി, 4 മണി, 3 മണി, 2 മണി, 1 മണി അല്ലേ. അതായത് 10 മണിക്കൂർ പുറകോട്ട് വന്നാൽ തന്നെ സമയം എത്രയായി മക്കളെ? 1 മണിയാവും അല്ലെ. എത്രയാവും മക്കളെ? 1 മണിയാവും. പക്ഷെ 10 മണിക്കൂർ ആണോ നമ്മൾ യാത്ര ചെയ്തത്? അല്ല അല്ലെ. 10 മണിക്കൂർ 30 മിനിറ്റ് കൂടി യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ 1 മണിയിൽ നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഒരു 30 മിനിറ്റ് നമ്മൾ കുറയ്ക്കണം അല്ലെ. അപ്പൊ എത്രയാണ് മക്കളെ? 1 മണിയിൽ നിന്ന് 30 മിനിറ്റും കൂടി പോവുകയാണെങ്കിൽ എത്ര നമുക്ക് സമയം കിട്ടും? 12:30 PM എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? ഇത്തരത്തിലുള്ള മക്കൾക്ക് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടാവുന്ന കണക്കൊക്കെ വരുമ്പോൾ അതിന് ഏറ്റവും ചെറിയ നമ്പറിൽ ഒന്ന് ഇട്ട് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം ഇതിലോട്ട് തിരിച്ചു വരിക കേട്ടോ.
ഓക്കെ, അപ്പൊ ടീച്ചർ ഒന്നുകൂടി പറയാം. 11 മണിക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്. അപ്പൊ നമ്മൾ എത്ര മണിക്കൂർ പുറകോട്ട് സഞ്ചരിക്കണം? 10 മണിക്കൂറും 30 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? പുറകോട്ട് പോകണം അല്ലെ. അപ്പൊ 11 PM നിന്ന് 10 മണിക്കൂർ പുറകോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 1 മണി എന്ന് കിട്ടും അല്ലെ, 1 PM എന്ന് കിട്ടും. പക്ഷെ 1 മണിക്കൂർ മാത്രം, സോറി 10 മണിക്കൂർ മാത്രമാണ് നമ്മൾ യാത്ര ചെയ്തത് അല്ല അല്ലെ, 10 മണിക്കൂർ 30 മിനിറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1 മണിയിൽ നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 30 മിനിറ്റ് നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പൊ നമുക്ക് എത്രയെന്ന് കിട്ടും? 12:30 PM എന്ന് കിട്ടും. അപ്പൊ ഇതേ രീതിയിലാണ് കേട്ടോ മക്കൾ ഉത്തരത്തിലോട്ട് എത്തേണ്ടത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം മക്കൾ, എല്ലാവരും നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പൊ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.